വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോ ശനിയാഴ്ചകളിൽ അപ്ലോഡ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്നത്തെ ചിന്ത ചില കാര്യങ്ങളിൽ ഞാനൊരു പ്രാർത്ഥനയുടെ തലം തന്നെ പറയാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെടുത്ത ചില തീരുമാനങ്ങൾ അതിൽ നിന്ന് നമ്മൾ പിന്മാറാതെ പലപ്പോഴും പല കാര്യങ്ങളിൽ നാം തുടങ്ങി വെക്കും, പക്ഷെ ഒരു റിസൾട്ട് കാണാത്തപ്പോൾ നാം പിന്മാറും. ഏതെങ്കിലും ബിസിനസ്സുകാരോടോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളോടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിത വിജയം, ആ ജീവിത വിജയത്തിൻ്റെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവരേറ്റവും പ്രധാനമായി പറയുന്നത് ഗോ എഹെഡ്, ഡോണ്ട് ടേൺ ബാക്ക്, തിരിഞ്ഞു മാറരുത്. അതിൽ തന്നെ ഈ അടുത്തോടെ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞൊരു വാക്ക് ഇതാണ്: പിന്മാറരുത്. കാരണം നിങ്ങളുടെ തോൽവികളും നിങ്ങളുടെ പരാജയങ്ങളും നിങ്ങൾ അനുഭവിച്ച വേദനകളിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം കിട്ടും. ആ പാഠമാണ് നിങ്ങളെ ജീവിത മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവമാണ് നമുക്ക് ഗുരു. അപ്പം അതിൽ നിന്ന് വന്ന കാര്യങ്ങൾ, ഞാൻ ഇങ്ങനെ ചെയ്താലും നല്ലതായിരുന്നു, അല്ലെ ആ കാര്യത്തിന് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, അല്ലെ ഇന്ന കൂട്ടുകാരെ പാർട്ട്ണർഷിപ്പിൽ കൂട്ടുണ്ടായിരുന്നു, അല്ലെ ആ ഒരു പ്രൊഡക്റ്റിന് അത്രയും ഞാനൊരു വാല്യൂ കൊടുക്കണ്ടായിരുന്നു. ഇതെല്ലാം അത് മനസ്സിലാക്കിയാണ് അവർ പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ വിൽക്കുന്നത്, അല്ലെ ആ ഒരു ഏരിയയിൽ എന്താണ് വിൽക്കുന്നതെന്ന് അറിയാതെ ഒത്തിരി സാധനങ്ങളൊക്കെ ആദ്യം എടുത്തു വെച്ച്. പക്ഷേ എനിക്ക് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ, ഞാനൊരു ചിത്രകാരനുമായിരുന്നു, അത് ചിത്രകലയോടുള്ള ബന്ധത്തിൽ ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്കൊരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം കുറേ എനിക്ക് 2-3 മാസങ്ങൾ കഴിഞ്ഞ് പല സാധനങ്ങൾ അവിടെ ഡെസ്റ്റോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. പറഞ്ഞാൽ അതിനവിടെ മൂവ്മെൻറ്റ് ഇല്ല. എന്നാൽ ചിലത് ജനം ചോദിച്ചു വരുന്നു, ചിലതിന് മൂവ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം ഇവിടെ ചിലവാകും. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ, ഒരു വർഷത്തിനുള്ളിൽ ഏതാണ് അവിടെ ഓടുന്നതും ഏതാണ് അവിടെ മൂവ് ചെയ്യാത്തതും മനസ്സിലാക്കിയപ്പോഴേ മൂവ് ചെയ്യാത്തതിന് പ്രാധാന്യം കുറച്ച് മൂവ് ചെയ്യുന്നത് വീണ്ടും എടുത്ത് നോക്കുന്നു, വീണ്ടും. അപ്പോൾ അവിടെ ആ ഒരു ഏറിയയിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കണം, അവിടെ മൂവ് ചെയ്യാത്ത പല സാധനങ്ങളും ചിലപ്പോൾ വേറൊരു ഏറിയയിൽ അത് പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, ഗ്രീറ്റിംഗ് കാർഡ്സ്, അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ പ്രാധാന്യം കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളുകൾ അടുത്തുണ്ട്, ബുക്കുകൾ, പിന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞതുപോലെ നാം കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം അനുഭവങ്ങളാണ് ഗുരു. അപ്പോൾ എനിക്ക് ഇന്നതവിടെ പോകും, ഇന്നത് പോകത്തില്ല എന്ന് നമുക്ക്, അപ്പം ആദ്യ കാലങ്ങളിൽ പലരും നമ്മൾ അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് മതി, പക്ഷെ നമുക്ക് എടുത്തിയാടി പല കാര്യങ്ങൾ ചെയ്യും. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിൽ എനിക്കിന്ന് പറയാനുള്ളത്, നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ ആദ്യം ജയം കാണത്തില്ല. ചിലപ്പോൾ 1%, 5% നിങ്ങൾക്ക് ചെറിയ ജയം കാണും. പക്ഷെ നിങ്ങൾ അതിൽ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ വീണ്ടും പിന്തുടരണം. ഒരു ബിസിനസ് പോലും നമുക്കറിയാം, പെട്ടെന്നൊരാൾ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം പ്രോഫിറ്റല്ല, ആദ്യം ആ മുടക്കിയ സ്ഥാനത്ത് റെൻറ്റിനാണെങ്കിൽ അതിൻ്റെ റെൻറ്റ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ അത്യാവശ്യം കടമെടുത്തായി തുടങ്ങിയെങ്കിൽ ലോൺ എടുത്താണെങ്കിൽ അത് അടയ്ക്കാനുള്ളത്, ഈ ഒരു കാര്യങ്ങളിലേക്ക് ആ സ്ഥാപനം പോകുന്നുണ്ട്. ചിന്തിച്ച് ഒരു 5-8 വർഷം, 5-6 വർഷം ഒരു സ്ഥാപനം നടത്തിയ ആളാണ് ഞാൻ പറയാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു, അതിനടുത്ത പടിയായിട്ട് അതിന് പ്രോഫിറ്റ് വരാൻ പോകും. ആദ്യം പ്രോഫിറ്റ് 1-2 വർഷക്കാലം ചിലപ്പം അത് പ്രതീക്ഷിക്കാനും പറ്റില്ല. തുടക്കമായിട്ട് തുടങ്ങുന്ന സ്ഥാപനമാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കാര്യം, അതേസമയം വീണ്ടും കടം മേടിച്ച് കടയുടെ വാടക കൊടുക്കുന്നു, കടം മേടിച്ച് ജോലിക്കാർക്ക് കൊടുക്കുന്നു, വീണ്ടും കടം മേടിച്ച് സാധനങ്ങൾ ഇറക്കുന്നു, അതെവിടെയും ചെന്ന് നിൽക്കും, അതിനൊരു എൻഡുണ്ട്, അത് വളരത്തില്ല. അതേസമയം കടിച്ച് പിടിച്ച് വേറെ ഒന്നുമില്ല, പക്ഷേ അതിന് അത്യാവശ്യം എടുത്തു വെക്കുന്ന സാധനങ്ങൾ നമുക്കറിയാം. സ്ഥാപനമാകുമ്പോൾ ആദ്യം കുറേ സ്റ്റോക്ക് നമ്മൾ വെക്കുമ്പോൾ തന്നെയും തീരുന്ന സാധനങ്ങൾ ഇങ്ങനെ അവർ കൊണ്ടുവരും. വാൻ സെയിൽ അല്ലാത്ത അവർ വരുന്നവർക്കെല്ലാം പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഒന്നുമില്ല. പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ കടമില്ലാതെ പോകുന്ന ഒരു അനുഭവത്തിൽ വന്നാൽ അടുത്ത വിജയത്തിലേക്ക്, അങ്ങനെയാണ് ചില ബിസിനസ്സുകൾ. ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ പിന്മാറാതെ, വേദപുസ്തകത്തിലൊരു ഏലിയാവുണ്ട്, അദ്ദേഹം മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്തോ,
ആ മനുഷ്യൻ എങ്ങനെയാണെന്നറിയാതെ തല കാലിൻ്റെ അടിയിലേക്ക് വന്ന് കുനിച്ച് താൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ് മഴ പെയ്യാൻ. ആദ്യം താൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല, ദേശത്ത് മാഞ്ഞും മഴയും പെയ്യുകയില്ല. വേദപുസ്തകി രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്, 2 രാജാക്കന്മാർ, അതിന് 17 ഭാഗങ്ങളാണ്. അപ്പം താൻ അന്നത്തെ രാജാവിനോട് പറഞ്ഞു മഴ പെയ്യത്തില്ല. 3.5 വർഷക്കാലം, 3 ആണ്ടോ 6 മാസം ദേശത്ത് മഴ പെയ്തില്ല. താൻ വീണ്ടും പ്രാർത്ഥിക്കുക. ഓരോ പ്രാവശ്യവും തൻ്റെ ബാല്യക്കാരനെ, തൻ്റെ കൂടെ നിൽക്കുന്ന സെർവന്റിനെ താൻ വിടുകയാണ്. പോയി നോക്ക്. ഓരോ പ്രാവശ്യവും പറയുന്നൊരു ഭാഗമുണ്ട്, ഒന്നും കാണുന്നില്ല. നമ്മളെ ചിന്തിച്ചു എത്ര നിരാശാജനകമായ കാര്യമായിരിക്കും അല്ലേ? ഇത്രയും കൽപ്പിക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ, ശക്തനായ ഒരു പ്രവാചകൻ, അയാൾ പ്രാർത്ഥിച്ച് തീ ഇറക്കിയ ഒരു മനുഷ്യൻ, അയാൾക്ക് മഴ പെയ്യാനത്തിന് ഇങ്ങനെ ചെയ്യേണ്ടി? 1 പ്രാവശ്യം 2 പ്രാവശ്യമല്ല, 7 പ്രാവശ്യം പാലക്കാരെ വിടുകയാണ്. 7ാം പ്രാവശ്യമാണ് അവൻ വന്ന് പറയുന്നത്, ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം കാണുന്നു. ആ മേഘമാണ് പിന്നീട് ഇസ്രായേലിനെ മുഴുവൻ മഴ പെയ്ക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ എന്തിനാ ഭാഗം പറഞ്ഞത്? ചില കാര്യങ്ങൾ നമ്മൾ പിന്മാറാതെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരു ബ്രദർ, ഞാൻ ഒത്തിരി പ്രസ്ഥാനം തുടങ്ങി, ഞാൻ പരാജയപ്പെട്ടു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയണം, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനുഭവങ്ങളോടെ തുടങ്ങാവും. പണ്ട് ചെയ്ത ലാഘവത്തോടെ, പണ്ട് ചെയ്ത പോലെ ചെയ്യല്. ഇനിയും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങളെ പരാജയപ്പെടുന്നത്, എന്താണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാഞ്ഞത്, എങ്ങനെയാണ് നിങ്ങളുടെ പൈസ ചോർന്നു പോയത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഇല്ലാതായത്, എവിടെയാണ് നിങ്ങൾ സ്ഥാപനം തുടങ്ങിയത്. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ച് മാത്രം അടുത്തൊരു സ്റ്റെപ്പ് വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു വിജയം നിങ്ങളെ തേടിയിരിപ്പുണ്ട്. പിന്മാറരുത്. എനിക്ക് ഇന്നത്തെ അതിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും ഞാൻ അന്ന് 10-25 വർഷമായി ചില സ്വപ്നങ്ങളും നടക്കുക. അതിൻ്റെയൊക്കെ ഒരു 5% പോലും കണ്ടിട്ടില്ല. പ്രായമാകുന്നു, പക്ഷേ വീണ്ടും വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കുക, കാണും, ആ നന്മ കാണും. അത് അങ്ങനെ ഹൃദയത്തിലുള്ള വിശ്വാസം. എന്നാൽ അതിനിടയ്ക്ക് നിരാശപ്പെടത്തില്ല. ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ വീണ്ടും ഇല്ല, സടകുടഞ്ഞെഴുതേക്കും. കാരണം എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ കേട്ടു, വീഴുന്നതല്ല പരാജയം. ശ്രദ്ധിക്കണമേ, വീഴുന്നതല്ല പരാജയം, എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും വീഴും. പോർക്കളത്തിൽ വീഴാത്ത ആരുമില്ല, ജീവിതത്തിൽ വീഴാത്ത ആരുമില്ല. പക്ഷെ എഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചിരിക്കും. അതുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യതേ ഉള്ളൂ. തുടർമാനമായി go ahead until see your miracle, until see your destiny. Don't turn back, don't give up, because if you have such confidence, it will take you another high level. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.